a critical review of land reforms in India. Now let us discuss what are the defects of the implementation of land reforms in India. First point, lack of proper enforcement of land legislations. Most of the land legislations have not been fully implemented by state governments. They are administrative lapses on the part of the government machinery in executing various provisions of the land ceiling acts and other agrarian measures. Landlords and big farmers have tactfully made use of loopholes in land laws and evaded land ceiling limits. Tenants were evicted and lands transferred to relatives before the enactment of the laws. ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് ലെജിസ്ലേഷൻസ് വേണ്ട രീതിയിൽ നടപ്പിലാക്കിയില്ല എന്ന് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പല ലാൻഡ് ലെജിസ്ലേഷൻസും ഫലപ്രദമായി നടപ്പിലാക്കിയില്ല എന്നത് തന്നെയാണ് അതിന്റെ പരാജയ കാരണം. ഭരണതലത്തിലുള്ള കുറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഗവൺമെന്റ് മെഷീനറിയുടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികള് നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ലാൻഡ് സീലിംഗ് ആക്ട്സ് ഇവയൊക്കെ നടപ്പിലാക്കാനായിട്ട് വിമുഖത ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത്. അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സും വൻകിട കർഷകരും ഒക്കെ തന്നെ വളരെ തന്ത്രപൂർവം ഈ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് സീലിംഗ് ലിമിറ്റ്സ് അവർ മറികടക്കുകയുണ്ടായി. കുടിയാന്മാരെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ആ ഭൂമി തങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കൊക്കെ ആയിട്ട് നൽകുകയും ചെയ്തുകൊണ്ട് ഈ ലാൻഡ് സീലിംഗിന്റെ പരിധിയിൽ നിന്നും അവർ മോചിതരായി എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, inadequacies in sealing laws. Many provisions and clauses of the Land Act are vague and confusing. They grant a number of exemptions to landlords. There are loopholes to evade the provisions of the acts. നമ്മുടെ ലാൻഡ് സീലിംഗ് നിയമത്തിന് ചില പരിമിതികൾ, അതിന് പല പ്രൊവിഷനുകളും പല ക്ലോസുകളും അവ്യക്തവും സംശയം ജനിപ്പിക്കുന്നതുമാണ്. ഇപ്പൊ ലാൻഡ് ലോഡ്സിനെ സംബന്ധിച്ച് നിരവധി എക്സംഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നു ഈ നിയമം മറികടക്കാനുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിയമം പൂർണ്ണമായിരുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ലാൻഡ് റിഫോം റെക്കോർഡ്സ്. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ലാൻഡ് റെക്കോർഡ്സ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലാൻഡ് ലെജിസ്ലേഷൻസ് നെസസിറ്റേറ്റ്സ് അപ് ടു ഡേറ്റ് ആൻഡ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ലാൻഡ് ഏരിയ, ഓണർഷിപ്പ് പാറ്റേൺ, നമ്പർ ഓഫ് ടെനൻസ് ആൻഡ് സോ ഓൺ. ദ അവൈലബിൾ റെക്കോർഡ്സ് ആർ ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഫക്റ്റീവ്. ഏതൊരു നിയമവും നടപ്പിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ ഉണ്ടാകണം. ഇവിടെ ലാൻഡ് ഏരിയയുമായി ബന്ധപ്പെട്ട, അതിന്റെ ഉടമസ്ഥ രീതിയുമായി ബന്ധപ്പെട്ട, ടെനൻസ് എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകളും ശരിയായ കണക്കുകൾ സർക്കാരിന്റെ പക്കത്തുണ്ടായിരുന്നില്ല. ഇനി ലഭ്യമായ കണക്കുകൾ തന്നെ ഇതാണ്, അപൂർണമായിരുന്നു. അത് നിരവധി കുറ്റങ്ങൾ, കുറവുകൾ ഉള്ളതുമായിരുന്നു. അടുത്ത ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വില്ല. The effective implementation of any law requires some amount of political will and determination on the part of authorities. Radical laws like the land reforms, which aim at restructuring the entire property relations in the countryside, require a substantial amount of courage
and determination of implementation. ഒരു രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി ഉണ്ടാകണം. അതിന്റെ അപര്യാപ്തത, അതിന്റെ ഇല്ലായ്മ ധാരാളമായി ഉണ്ടായിരുന്നു. ഏതൊരു നിയമവും നടപ്പിലാക്കണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. അത് നമുക്ക് ഇല്ലാതെ പോയി, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പല പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, റാഡിക്കൽ ചേഞ്ചസ്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും രാജ്യത്തിനുള്ളിൽ അത് നടപ്പിലാക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ അധികാരി വർഗങ്ങൾ വൻകിട കർഷകരോടും ഒക്കെ ആഭിമുഖ്യം പുലർത്തുകയും നിയമത്തിന് പഴുതുകൾ ഉണ്ടാക്കി അവർക്കത് മറികടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നെക്സ്റ്റ്, apathy of bureaucracy. Side by side with the lack of political will goes the apathy of bureaucracy in implementing the land reforms. That attitude of bureaucracy towards land reforms has generally been lukewarm, and it has tried to play safe by allying the large landlords who have served as faithful vote suppliers to the ruling party. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു നിസ്സംഗത, ആ നിസ്സംഗത തന്നെയാണ് ലാൻഡ് റിഫോംസ് വേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടാനുള്ള കാരണം. പലപ്പോഴും ബ്യൂറോക്രസിയുടെ ലാൻഡ് റിഫോംസിനുള്ള സമീപനം തന്നെ ലാൻഡ് ലോഡ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള, അവരെ വോട്ട് സപ്ലയേഴ്സായി കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നുകൊണ്ട് തന്നെ പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ലാൻഡ് റിഫോംസ് ഇന്ത്യയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ.